ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ഇപ്പോൾ ഇറാൻ. അമേരിക്കൻ സൈന്യം കരുതിയത്ര വലിയ സംഭവമൊന്നുമല്ലെന്നും അവർ വളരെ ദുർബലരാണെന്നുമാണ് ഇറാന്റെ കണ്ടെത്തൽ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അഥവാ IRGC അമേരിക്കയ്ക്ക് 8ന്റെ പണി കൊടുക്കാൻ ഒരുങ്ങുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലാവധി തീരും വരെ ഈ യുദ്ധം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകാനാണ് ഇറാന്റെ തീരുമാനം. IRGC കമാൻഡർ ഇൻ ചീഫിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ മുഹമ്മദ് റസ നഖ്ദിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. യുദ്ധം നീട്ടിക്കൊണ്ടുപോയി ശത്രുവിനെ പരമാവധി തളർത്തുക എന്നതാണ് ഇറാന്റെ മാസ്റ്റർ പ്ലാൻ. ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇതിലൂടെ അമേരിക്കയെ പഠിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധം വർഷങ്ങളോളം നീണ്ടാലും അമേരിക്കയ്ക്ക് നേരെ പ്രയോഗിക്കാൻ ആവശ്യമായ മിസൈലുകൾ തങ്ങൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇനി യുദ്ധം നീണ്ടുപോയി ഇറാന്റെ കയ്യിലെ മിസൈൽ ശേഖരം മുഴുവൻ തീർന്നു പോയാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ശരിക്കും ഭയക്കേണ്ടത് അപ്പോഴാണ് എന്നാണ്. മിസൈൽ ഇല്ലെങ്കിലും അമേരിക്കയെ തകർക്കാൻ തങ്ങൾക്ക് അറിയാമെന്നാണ് നഖ്ദി പറയുന്നത്. ലോകമെമ്പാടും അമേരിക്കയ്ക്ക് ആയിരക്കണക്കിന് സാമ്പത്തിക താല്പര്യങ്ങളും വമ്പൻ നിക്ഷേപങ്ങളുമുണ്ട്. ഈ സാമ്പത്തിക കേന്ദ്രങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നശിപ്പിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതെങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു. അതായത് സൈനികമായി തോൽപ്പിച്ചില്ലെങ്കിലും അമേരിക്കയെ സാമ്പത്തികമായി പാപ്പരാക്കാനാണ് ഇറാന്റെ പ്ലാൻ എന്ന് ചുരുക്കം. ട്രംപിനെ കൊടുക്കാൻ ഇറാൻ വലിയൊരു കെണി തന്നെയാണ് ഒരുക്കുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെ അമേരിക്കൻ നിക്ഷേപങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് വലിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് തന്നെ കാരണമാകും. എന്നാൽ അമേരിക്കയെ പോലൊരു വൻ ശക്തിയെ സാമ്പത്തികമായി തകർക്കുമെന്ന ഇറാന്റെ ഈ പ്രഖ്യാപനം വെറുമൊരു വീരവാദമാണോ അതോ അവർ ശരിക്കും വല്ല പ്ലാനും കരുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വരുന്ന ആളുകളിൽ തന്നെ കണ്ടറിയണം. എന്തായാലും മിസൈലുകൾക്ക് പകരം സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും നിക്ഷേപങ്ങൾ തകർത്തുമൊക്കെ യുദ്ധം ജയിക്കാനുള്ള ഇറാന്റെ ഈ പുതിയ തന്ത്രം അമേരിക്കൻ സൈന്യത്തിന് ഒരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ദൃഷ്ടസൃഷ്ടി അമലാണ്.